ഇഞ്ചു നമുക്കൊക്കാക്കു പഞ്ചമിനെ പിരക കൂടാഞ്ഞ് പറഞ്ഞ ചാച്ചപ്പേ അഞ്ചു പഞ്ചമിക്ക് പുള്ള ഉണ്ടാവത്തതോ. അവളു ഗർഭിണിയായിന്താക്കു തൊട്ടു ഞാനും പിന്നെ ആരോഗ്യ പ്രവർത്തകരും ഒക്കെ പറയുന്നതിനെ കേട്ടേക്കൊണ്ടു ആരോഗ്യമുള്ള പൊണ്ണു പുള്ളനെ താനെ കിടത്ത പഞ്ചമി നല്ലണമേ ഉള്ളാളു. ബാക്കി നാനു പറയാം. നമ്മ നാട്ടിലിപ്പം കുറേ മക്കളൊരു ഇനിയും കുറേ ആരോഗ്യമുള്ള മക്കളും അമ്മമാരും നമുക്ക് പോണു. അവർക്കെല്ലാവർക്കും വേണ്ടി പഞ്ചമിക്കും ലീനയ്ക്കും അറിയിച്ച കുറച്ച് കാര്യം എല്ലാവരും കൂടെ പറവാഞ്ചു നമുക്ക് ഒരുമിച്ച് കൂടണഞ്ചു ഞാൻ പറഞ്ഞേ. ഇഞ്ചു കാര്യം അയച്ചു മുലപ്പാൽ കൊടുക്കുന്നതിനെ കുറിച്ചാഞ്ചു പറവളായി. നമ്മ നാട്ടിൽ ചെറിയ മക്കൾക്കു രോഗവഞ്ചനും രോഗവന്തല വേഗം മാറത്തനും ഒക്കെ നാമു പാല് കൊടുക്കുന്ന കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കത്തേക്കൊണ്ടാഞ്ചു. അവയ്ക്കൊണ്ട് നമുക്ക് മുലപ്പാൽ കൊടുക്കുന്നതിനെ പറ്റിഞ്ചു പറയാം. പഞ്ചമി താനെ തുട്ടാങ്കട്ടെ. നീ എപ്പം മുതൽ പിള്ളേക്ക് പാല് കൊടുത്തുട്ടാന്തേ? പുള്ള ഉണ്ടാകത്താൽ തന്നെ ഞാൻ പുള്ളേക്ക് പാല് കൊടുത്തേ. പെറ്റി കഴിഞ്ഞു അപ്പം ഉണ്ടായതിൻ്റെ പാലിക്ക് കുറേ ഗുണങ്ങളുള്ള അവങ്കു മഞ്ഞപ്പാൽ എൻ്റെ പറയണ്ടേ. അവ കൊണ്ട് പ്രസവിച്ച പാടെ തന്നെ ആ പുള്ളേക്ക് ആ പാല് കൊടുത്തിക്കാണു. പുള്ളേക്ക് അസുഖം വരതിപ്പനും ആരോഗ്യത്തോടെ ഇപ്പനും ഈ പാല് കൊടുത്തിക്കാണു. അല്ല ലീന മോളെ, ചില സ്ഥലത്തൊക്കെ ഈ മഞ്ഞപ്പാൽ പിഴിഞ്ച് കളഞ്ഞു കേട്ടുള്ളല്ല. അപ്പാണ് ചെയ്യുവാൻ പാട് കാണില്ലേ? ആണെ ഒരിക്കലും ചെയ്യുക പാട് കാണി. അവയെ എത്തിയാത്തലും മക്കൾക്ക് കൊടുക്കാണു. ഇപ്പം ഊടുള്ളവരുള്ള പകുതി ആളിനെ പിരക്കാളും ഗർഭിണിയാത്തവരുള്ളവരും എഞ്ചാക്കു നിങ്ക വെള്ളക്കൂട്ടൊക്കെ പറഞ്ഞു കൊടുപ്പിരില്ലല്ലേ. പെറ്റി കൈകയും ആ മഞ്ഞപ്പാല് കൊടുക്കണഞ്ചു അമ്മനെ മുലപ്പാലിനെ പകരം വേറൊഞ്ചും കാണി. കുപ്പിപ്പാല് കൊടുക്കും ചെയ്യഞ്ചു മുലപ്പാലുക്ക് പകരാക. പിന്നെ വേറൊരു കാര്യമുള്ളേ, പുള്ളേക്കു ആദ്യത്തെ 6 മാസം മുലപ്പാല് മാത്രമേ കൊടുപ്പ പാടുള്ളേ, വേറൊഞ്ചു കൊടുപ്പ പാട് കാണി. ബോറ ഭക്ഷണം ഒന്നും കൊടുക്കണ്ടെന്ന് പറയുണ്ടാക്കോ ഈ വെള്ളവും തേനും ഒക്കെ കൊടുക്കാൻ പറ്റുമോ? ആ ഇവേ നല്ല ചോദ്യാഞ്ചു. പുള്ളേക്കു ആദ്യത്തെ 6 മാസം വെള്ളമോ തേനോ ഒഞ്ചും കൊടുപ്പ പാട് കാണി. മുലപ്പാല് മാത്രം മതി. ആ സമയത്തു പുള്ളേക്ക് പോണ്ടിയേ ഒക്കെ മുലപ്പാലിലുള്ള വേറൊഞ്ചും കൊടുക്കേണ്ട ആവശ്യം കാണി. അപ്പോൾ പുള്ളേക്ക് എന്തെങ്കിലും അസുഖം വന്നല്ലയോ, വല്ല പനിയോ മറ്റോ? എന്താ സൂക്കേട് എന്തേലും മുലപ്പാല് കൊടുക്കുന്നതിനെ നിർത്തണ്ട. ആശുപത്രിയിൽ പോയി ഡോക്ടറിനെ കാട്ടി ഡോക്ടർ പറയുന്ന മരുന്ന് മാത്രം കൊടുക്കുക. പഞ്ചമി, നീ എപ്പോക്കാൻ്റെ പുള്ളേക്ക് പാല് കൊടുക്കണ്ടായി? ആരോഗ്യ പ്രവർത്തകർ എന്തിനാ പറഞ്ഞേ? പുള്ളേക്ക് ആവശ്യമുള്ളാക്കോ അവ പകലാത്തലും ഇരവാത്തലും നാം പുള്ളേക്ക് പാല് കൊടുക്കണം. നാം നല്ലോണം പാല് കൊടുത്താലേ പാലുണ്ടാവും. പുള്ളേക്ക് വോണ്ടിഞ്ചി എഞ്ചു പറഞ്ഞതോ? പുള്ളനെ പള്ളപ്പൈപ്പ് നാമേണ അറിവോ? തന്നെ പള്ളപ്പൈപ്പ് അമ്മൽ അറിഞ്ഞു കാണും. മക്കൾക്ക് പള്ളപ്പൈക്കിൻ്റെക്കോ അമ്മൽ അറിയാൻ വേണ്ടി അവർ തന്നെ ഓരോ കൊന്തട്ടം കാട്ടുവരും. അവനെ നാം ശ്രദ്ധിക്കണം. മക്ക പള്ളപ്പൈക്കിൻ്റെക്കോ മുലപ്പാലിനെ മണം അറിഞ്ഞാണ്ടു അമ്മനെ നെഞ്ചിനാടേക്ക് വരും. അവൻ പോലെ തന്നെ മക്ക കൈ മേലേക്ക് പൊക്കി അമ്മനെ നെഞ്ചിനാടെ തൊടുവനും നോക്കുവരും. അവൻ പോലെ തന്നെ മക്ക കിരയിൻ്റെക്കോ അമ്മലെ മനസ്സിലാക്കിക്കോണും മക്കൾക്ക് പള്ളപ്പയച്ചുള്ളാൻ്റെ. മോളെ, പുള്ളേക്ക് പാല് കൊടുക്കുന്നേക്കു അമ്മയും പുള്ളയും തമ്മിലുള്ള സ്നേഹം കൂടുകയും ചെയ്യും. പിന്നെ മുലപ്പാല് പുള്ളനെ ബുദ്ധിക്കും ശരീര വളർച്ചയ്ക്കും സഹായിക്കും. പുള്ളേക്ക് വോണ്ടിൻ്റെ അളവിൽ കുടിക്കും ചേഞ്ചും പള്ളം നിറഞ്ചൊക്കെ നാമേണ അറിവോ? ആദ്യമൊക്കെ ഏക്കു എണത്ത് സംശയമൊക്കെ എന്താ, പിന്നെ ആരോഗ്യ പ്രവർത്തകരൊക്കെ പറഞ്ഞു തരും. ഒരു ദിവസം 5-6 തവണ മൂത്രം പോയിന്റിനും 2-3 തവണ മലം പോയിന്റിനും പുള്ളേക്കും ആവശ്യത്തേക്ക് പാല് കിട്ടിൻ്റോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പുള്ളേക്ക് കുത്തിവെപ്പ് എടുപ്പം പോയിൻ്റേക്ക് പുള്ളനെ തൂക്കവും നോക്കുവരും. തൂക്കം കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം പുള്ളേക്ക് നല്ലോണം പാല് കിട്ടിൻ്റോ. ഇനി പുള്ള പാല് വലിച്ചു കുടിക്കാടെന്തല വേഗ ഡോക്ടറിനെ കാട്ടാണു. പിന്നെ അമ്മമാരു മുലപ്പാല് കൊടുക്കും ചാക്കു എന്തേലും ബുദ്ധിമുട്ട് തോന്നലും ഡോക്ടറിനെ കാട്ടാണു. പ്രസവത്തിന് ശേഷം ഈ 2ാമത്തെ തവണയല്ലേ ഇപ്പോൾ വീണ കുഞ്ഞുമായിട്ട് ആശുപത്രി വരഞ്ച്? ഡോക്ടറെ, ഇഞ്ചു 6ാമത്തെ ആഴ്ച എടുക്കാണ്ടിയ കുത്തിവെപ്പ് എടുപ്പാഞ്ചു വന്നേ. ഇവ ഉണ്ടാവത്താക്കു തൂക്കക്കുറവാഞ്ചു അഞ്ചു പറഞ്ഞിന്തേ. ഇപ്പം ഏണോളോ? വീണ സമാധാനമായിട്ടുള്ള അച്ഛൻ ഓടിപ്പൊഞ്ചു കാണി. പ്രസവ സമയത്ത് വീണനെ പുള്ളനെ തൂക്ക 2.5 കിലോഗ്രാമിൽ കുറവായിന്താ. 2.5 കിലോഗ്രാമെങ്കിലും ഭാരം ഉണ്ടായിരിക്കണം പുള്ളിക്ക്. അവകൊണ്ട് അഞ്ചു പിന്നെ ആശുപത്രിയിലേക്ക് വരണമെന്ന് പറഞ്ഞേ. ഇവങ്കു പ്രത്യേകം ചികിത്സ മോണായിന്താ. ഓരോ ആഴ്ചയിലും പുള്ളിക്ക് 200 ഗ്രാമെങ്കിലും തൂക്കം കൂടണം. ഇവങ്കിപ്പം പ്രസവിച്ചതിനേക്കാളും 1 കിലോഗ്രാം കൂടിയില്ല. മിടുക്കിയായില്ല.
അടുത്ത കുത്തിവെപ്പുക്ക് പഞ്ചക്ക് 1 കിലോ കൂടി പുള്ളിക്ക് കൂടിക്കണം. ഹാവു ഇപ്പാഞ്ചേക്ക് സമാധാനാത്തി ഡോക്ടറെ. വീണേ പുള്ളിക്ക് കൃത്യസമയത്ത് മുലപ്പാൽ കൊടുക്കുകയും ചെയ്യോ? ഉള ഡോക്ടറെ. പുള്ളൻ ആരോഗ്യം പോലെ തന്നെ വീണന ആരോഗ്യം നോക്കേണ്ടേ അത്യാവശ്യം അഞ്ചു. കൂടുതൽ മുലപ്പാൽ ഉണ്ടാവാനും മുലപ്പാലിൽ പോഷകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാനും അമ്മമാരും അവരുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടേ അഞ്ചു. സാധാരണയായി കഴിക്കുന്നതിൽ നിന്നും കൂടുതൽ തവണ ഭക്ഷണം കഴിക്കണം. നല്ല നല്ല പോഷകങ്ങൾ അടങ്ങുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. മുല കുടിക്കുന്ന അമ്മമാരും ചാമയരി, മുളയരി, മഞ്ഞപ്പുല്ലു തുടങ്ങുന്ന ധാന്യങ്ങളൊക്കെ കഴിക്കണം. കൂടാതെ ചേന, ചേമ്പു, കാച്ചിലു ഇങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ തിന്നണം. പിന്നെ വൻപയറു, ചെറുപയറു, വെള്ളക്കടല, ഉഴുന്നുപരിപ്പ് തുടങ്ങുന്ന പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കണം. പിന്നെ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ തിന്നണം. മുരിങ്ങയില, ചേമ്പില, ചീരച്ചൊപ്പു, കുമ്പളച്ചൊപ്പു തുടങ്ങുന്ന ഇലക്കറികളും ഇവനെ കൂടെ നമുക്ക് തിന്നണം. പാല്, തൈര്, മുട്ട, മീനു തുടങ്ങുന്ന ധാരാളം ഭക്ഷണ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. നെയ്യ്, അണ്ടിപ്പരിപ്പ് തുടങ്ങുന്ന ഭക്ഷണ സാധനങ്ങൾ കുറേ തിഞ്ചല മുലയൂട്ടിൻ്റെ അമ്മമാർക്ക് തൂക്കം വയ്ക്കാനും സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമ്മമാർ നല്ലോണം വെള്ളം കുടിക്കണം. അവനെ കൂടെ തന്നെ പഴച്ചാറുകളും കരുക്കുമുള്ളവും ഒക്കെ നാം കുടിക്കണം. അംഗൻവാടിന്നൊക്കെ കിട്ടിയ പോഷകാഹാരങ്ങൾ ആദ്യത്തെ 6 മാസം അമ്മമാർ നല്ലോണം കഴിച്ചിരിക്കണം. ആദ്യത്തെ 6 മാസം മുലപ്പാലാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാത്താം. എത്ര വയസ്സ് വരെയാ മുലപ്പാൽ കൊടുക്കേണ്ടിയായി? 6 മാസം കഴിഞ്ഞാൽ പിന്നെ ഏണയാ മക്കൾക്ക് ഭക്ഷണമൊക്കെ? മക്കൾക്കു 2 വയസ്സ് വരെ മുലപ്പാൽ കൊടുക്കാണു. അവ കഴിഞ്ഞു അമ്മമാർക്ക് മോക്കല പാല് കൊടുക്കാം. അവേ മക്കളെ ബുദ്ധിക്കു നല്ല ആഞ്ചു. 6 മാസം കഴിഞ്ഞാക്കു വേറെ ഭക്ഷണമൊക്കെ മക്കൾക്ക് തിരിത്തിരി കൊടുത്തു തുടങ്ങുക. എഞ്ചിച്ചു പയ്യ ഭക്ഷണത്തിനളവ് കൂട്ടി കൊണ്ടുവരാം. പിള്ളേക്ക് പാല് കൊടുക്കിഞ്ചാക്കു ഏണ പിടിക്കാണു എഞ്ചു ഞാൻ കാട്ടിത്തരാം. കിങ്ങിണി നിന്നെ കയ്യിലത്തെ പാവനൊട്ടുള്ള തരുവേ. പുള്ളനെയാണ് തടിമ്പ ചേർത്ത് പിടിക്കാണു. പുള്ളനെ പള്ളയും അമ്മനെ പള്ളയും കൂടി ചേർന്നിക്കാണു. നെഞ്ചു തമ്മിലും ചേർന്നിക്കാണു. പുള്ളനെ താടി അമ്മനെ നെഞ്ചുനാടെ ചേർത്ത് വെച്ചു ഇയാളെ പിടിച്ചു കാഞ്ചു പോണു പാല് കൊടുപ്പാൻ. ഏക്ക് ഒരു കാര്യം കൂടി പറവള. അമ്മമാരു മക്കൾക്ക് പാല് കൊടുക്കുന്നേക്കു ലീനമോള് കാണിച്ചു തന്ന പോലെ മക്കളെ ശരീരത്തിന് ചേർത്ത് പിടിച്ചു കാഞ്ചു അവരുടെ കണ്ണിലേക്ക് നോക്കി കാഞ്ഞു മോണു പാല് കൊടുപ്പാൻ. നാമു മക്കളെ കൂടെ ചിരിക്കുകയും കൂട്ടം കൂടുകയും ഒക്കെ ചെയ്യണം. നാമു കൂട്ടം കൂടിഞ്ചേക്കു അമ്മയും പുള്ളയും തമ്മിലുള്ള ഒരു മാനസിക അടുപ്പം തന്നെ വളരും. ആ സ്നേഹാഞ്ചു പുള്ളനെ നല്ലൊരു മനുഷ്യയാക്കി മാറ്റും ചെയ്യും. എന്താ ലീനമോളെ ഞാൻ പറഞ്ഞു ശരിയല്ലേ? അവക്കെ ശരിയാഞ്ചു ചാച്ചപ്പ.